15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. Neetu's Study Abroad. Arjun Ashokan, Revati and Rafi, welcome to the show. ഞാൻ വളർന്നത് മൊത്തം ചെന്നൈയിലാണ്. അപ്പം എന്റെ മലയാളത്തിലെ കുറച്ച് തമിഴിലേക്ക് നമുക്ക് മാറ്റണോ? തമിഴില് പേசுறீங்களா? ഞാനും മിണ്ടുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാന് എന്റെ നാട്ടിലെ പുതുസ് ഒന്നും അറിയണ്ട. ഈ പല ആളുകളെ ഇനി ഭാവിയിലെ പ്രേമത്തിലെ മലർമിസ് പോലെ അറിയപ്പെടാൻ പോകുന്ന ഒരു നായികയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഡൽഹിയില് ഇപ്പൊ പാന കഴിച്ച് അപ്പൊ മെട്രോ കയറിയപ്പോ തുപ്പാൻ പറ്റില്ല, അത് വിഴുങ്ങി. പാല് കഴിച്ചപ്പോ തുപ്പാൻ പറ്റില്ല. മെട്രോയിൽ കഴിച്ചാൽ കുറച്ച് പാല് കുടിച്ച്. പാലല്ല, അതൊരു പാൻ. അതന്നെ, അത് കേട്ടില്ലത്. പാൻ. ഓ, പാൻ. എന്നിട്ട് അത് വിഴുങ്ങിയോ? ഇല്ല, അത് ചെവി കൂടെ ഊതി വിട്ട്. ആ സിനിമയില് പാട്ടിൽ കാണിച്ച പോലെ ഈ അമ്പലത്തില് അല്ലെങ്കിൽ പള്ളികളിൽ ഇങ്ങനെയൊക്കെ പോയി നിങ്ങളൊക്കെ വായി നോക്കിയിട്ടുണ്ടോ? ആര് വായ നോക്കി? ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ടല്ലേ പോയത് പള്ളിയില്, അമ്പലത്തില്. ഉത്സവത്തിന് മാറുണ്ട്. ആണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഓ, മുല്ലപ്പൊക്കെ ചൂടി ഉത്സവമായിട്ടാ മുസ്ലിം പള്ളിയിലാണ്. എന്റെ പുതിയ ചാനൽ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു നായകന്മാരിൽ ഒരാളാണ് അർജുൻ. ഇനി അത് അങ്ങനെ തന്നെ. അർജുൻ അശോകൻ, രേവതി ആൻഡ് റാഫി, വെൽക്കം ടു ദ ഷോ. രേവതിയുടെ ഈ മലയാള സിനിമയോട് കൂടി, തലവര എന്ന് പറയുന്ന മലയാള സിനിമയോട് കൂടി രേവതിയുടെ തലവര മാറി മറിയോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മറിയോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടറിയാം. രേവതിക്ക് മലയാളി കുട്ടി അല്ലേ ബേസിക്കലി? ആണ്. പക്ഷെ പറഞ്ഞതെല്ലാം മലയാളം തന്നെ. എന്നാലും കുറച്ച് കുട്ടി കഷ്ടപ്പെടുന്നു. ഞാൻ വളർന്നത് മൊത്തം ചെന്നൈയിലാണ്. അപ്പം എന്റെ മലയാളത്തിലെ കുറച്ച് തമിഴിലേക്ക് നമുക്ക് മാറ്റണോ? തമിഴില് പേசுறீங்களா? ഞാനും മിണ്ടുന്നില്ല. 2 മിനിറ്റ് തമിഴ് ഇന്റർവ്യൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്കൊന്നും അറിയണ്ട. എനിക്കൊരു തമിഴില് പറഞ്ഞാൽ മതി. ഇപ്പൊ പറയാൻ പോകുന്നത് തമിഴില്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ പറയാ ബാക്കി. അതായത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഞാൻ പഠിച്ചത് മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജ് താമ്പരത്താണ്. എന്നിട്ട് അവിടെ വന്നിരുന്ന തമിഴ് കുട്ടികൾ, അതുപോലെ നേപ്പാളി കുട്ടികൾ, കുട്ടികൾ എല്ലാവരും മലയാളം പഠിച്ചു. പക്ഷെ ഞാൻ ഒരു വക തമിഴ് പഠിച്ചു. പക്ഷെ പറഞ്ഞത് ഈ ഒരു കുറച്ചു നേരത്തേക്ക് തമിഴ് സംസാരിക്കണം നമ്മൾ പറഞ്ഞത്. അല്ല, അത് വീണ പറഞ്ഞോണ്ടാണ് തമിഴിലാക്കണം ഇന്റർവ്യൂ. ഞാൻ എന്റെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. തമിഴ് തെരിയുമാ എന്നാ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഡയലോഗ് അടിക്കുക, എവളോ പண்றது பண்ண மாட்டோமானா വിജയ് സാർ ഡയലോഗ്, എവളോ പண்ற ഇத பண்ண மாட்டோமானா എന്ത് പണ്ണ മാട്ടമാ. എന്തെങ്കിലും ആവട്ടെ, തലവരെയാണല്ലോ സിനിമ. ഞാൻ എന്റെ തലവരെയാണ് ഇതൊക്കെ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടപ്പോ ഇവന്റെ തലയെ കൂടെ വരച്ചത് എന്റെ അടുത്തു കൂടെ. ഞാൻ പറയാം അപ്പൊ ഫ്രണ്ടിന്റെ പേരൻസ് അടക്കമായിട്ട് അവര് ട്രാവൽ ചെയ്യായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് ഇനി അർജുന്റെ പറഞ്ഞു തീർന്നത്. ഞാൻ അർജുന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ തലവര ഒരേപോലെയാ. സോ അവർക്ക് അങ്ങനെ ഇല്ല. അതെന്താ എല്ലാവർക്കും തലവര ഒരേപോലെയാ. അങ്ങനെയുള്ള ചേരുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് ആരാണ്? ഇവനൊക്കെ തന്നെ. വെറുതെ ഇരിക്കണം ഞാനെന്ന്. ഗണു, ഏതായാലും റാഫി ഇങ്ങനെ റാഫി ഭയങ്കരമായി പ്രതീക്ഷിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു സിനിമയിലേക്ക് വരുമെന്ന്. ഇതൊക്കെ എല്ലാ ഇന്റർവ്യൂവിലും ചോദിച്ചു വെച്ച് നിങ്ങൾക്ക് 3 പടമായാലും ഞാൻ ഒട്ടും ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഗൾഫിൽ പോകണം, കല്യാണം കഴിക്കണം, സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള പറഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ സിനിമയിലോട്ട് വന്നപ്പം സിനിമ എന്താണെന്ന് പഠിക്കാൻ പറ്റി, സിനിമയെ പറ്റി പഠിക്കാൻ പറ്റി, ആക്ടിങ് എന്താണെന്ന് പഠിക്കാൻ പറ്റി, ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റി.
ക്യാമറയ്ക്ക് പുറകിൽ മറ്റൊരു മനുഷ്യനാകണമെന്ന് മനസ്സിലാക്കാൻ പറ്റി. മറ്റു മനുഷ്യനാവും എന്തായാലും അല്ലാണ്ട് പോയി അഭിനയിക്കാൻ പറ്റില്ലല്ലോ ക്യാമറ ബാക്കിൽ. ഈ വളരെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയതിൽ ഏറ്റവും എളുപ്പത്തിൽ അഭിനയിച്ച ഒരു സിനിമ ഏതാണ്? അഭിലാഷം. ആണോ? പക്ഷെ ആ സമയത്ത് എനിക്ക് ചെറിയൊരു വയറിന് ഇഷ്യൂ ഉണ്ട്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ പരിപാടി രസമായിരുന്നു. എനിക്ക് ഡൽഹിയില് പോയപ്പോ പാന് കഴിച്ച്, അപ്പൊ മെട്രോ കയറിയപ്പോ തുപ്പാൻ പറ്റില്ല, അത് വിഴുങ്ങി. ഒന്നുമില്ല, ഇവിടെ മനസ്സിലായി. പിന്നെ പറഞ്ഞാ ചെറിയ ഇഷ്യൂ ഉണ്ട്, അത്ര പോകും. പാല് കഴിച്ചപ്പോ തുപ്പാൻ പറ്റില്ല. മെട്രോയിൽ കഴിച്ചാൽ കുറച്ച് പാല് കുടിച്ച്. അതന്നെ, അത് കേട്ടില്ലത്. പാലെന്ന് ഞാൻ പറഞ്ഞ കുറച്ച് പാല് കുടിച്ച്. പാൻ കഴിച്ച്. മനുഷ്യൻ, ഞാനും കേട്ടത് പാല് കുടിച്ചെന്ന്. പാല് കുടിച്ചിട്ട് തുപ്പാൻ പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഓർത്ത്. എന്നിട്ട് അത് വിഴുങ്ങിയോ ആ പാൻ? ഇല്ല, അത് ചെവി കൂടെ ഊതി വിട്ട്. ഞാനേ ഒരു മിനിറ്റ് ആലോചിച്ചു. ഒരു കാര്യോട് ചോദിക്കട്ടെ, ആ സിനിമയില് പാട്ടിൽ കാണിച്ച പോലെ ഈ അമ്പലത്തില് അല്ലെങ്കിൽ പള്ളികളിൽ ഇങ്ങനെയൊക്കെ പോയി നിങ്ങളൊക്കെ വായി നോക്കിയിട്ടുണ്ടോ? ആര് വായി നോക്കി? ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ടല്ലേ പോയത് പള്ളിയില്, അമ്പലത്തില്. എന്ന് പറഞ്ഞോണ്ട് എന്താ, നമുക്ക് മറ്റു സൗകര്യങ്ങൾ ആസ്വദിച്ചുകൂടി? ഉത്സവത്തിന് മാറുണ്ട്. ആണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഓ, ഉത്സവമായിട്ടാ മുസ്ലിം പള്ളിയിലാണ്. ശരിക്കും അങ്ങനെ ചോദ്യത്തിന് വായി നോക്കിയിട്ടുണ്ടോ? ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം വായി നോക്കാൻ പറ്റിയിട്ടുണ്ടോ? അതൊരു ആർട്ടല്ലേ? അത് കറക്റ്റ് കേട്ടോ. ആ ആർട്ടിലെ 100-ൽ എത്ര മാർക്ക് അർജുൻ കൊടുക്കും? എനിക്ക് മാർക്കില്ല, ഞാൻ ഫെയിലാ. റാഫിക്ക് എത്ര മാർക്ക് കൊടുക്കും? 100-ൽ 230. പറയണ റാഫി എത്ര മാർക്ക് കൊടുക്കും? ഞാൻ അത്യാവശ്യം വായി നോക്കൊക്കെ ചെയ്യുന്നു. അമ്പലത്തിലൊക്കെ പോകുമ്പോ ഇവര് അമ്പലത്തിൽ കേട്ടാറോന്നില്ല. പിന്നെ അങ്ങനെ റാഫി ഇറങ്ങി പോണാ. ഇല്ല, മീൻസ് പണ്ടൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പൊക്കെ അമ്പലം പരിപാടി, ഡാൻസ് കളി പരിപാടി. അങ്ങനെയാണെങ്കിൽ രേവതിയോട് ചോദിക്കട്ടെ, രേവതി അങ്ങനെ വായി നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. വായി നോക്കുന്നല്ല, ആൾക്കാരെ കാണാൻ ഭംഗി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും. ആണ്. ഈ അർജുൻ അശോകൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഇത്രയും ആളുകൾ അറിയപ്പെടുന്ന ഒരു മികച്ച നടന്റെ കൂടെ അഭിനയിച്ചപ്പോൾ രേവതിയുടെ മനസ്സിലൂടെ കടന്നുപോയത് എന്തായിരുന്നു? ആ ലാസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു ഗർഭിണിയോട് ഞാൻ ഒന്നും പറയുന്നില്ല. രേവതി ഭയങ്കര സീരിയസ് ആയിട്ട് എന്താ മറുപടി പറയാൻ പോകുന്നത്, അതുകൊണ്ടാ. ഏതൊരാൾ അഭിനയിക്കാൻ പറഞ്ഞ കൂടെ അഭിനയിക്കണം, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അല്ലല്ല, അവള് പറയട്ടെ. അത്രയൊക്കെ തന്നെ. അത്രയൊക്കെയോ എന്ന് വെച്ചാ? അത്ര അർജുൻ പറഞ്ഞ ലൈക്ക് ഒബ്വിയസ്ലി ആദ്യം എനിക്കൊരു ഓക്കെ ബിഗ് ആക്ടർ എങ്ങനെ ഡീൽ ചെയ്യും അങ്ങനെയൊക്കെ. ബട്ട് സെറ്റിൽ വന്ന പിന്നെ ആൻഡ് വെൻ ഐ എം ആക്ടിങ് ഓൾസോ ഐ എം നോട്ട് രേവതി. ഞാൻ രേവതി അല്ലല്ലോ, ഞാൻ സന്ധ്യ അല്ലേ. അപ്പം അവരുടെ ഒരു സ്റ്റോറിയാണ്. ഈ പല ആളുകളെ ഇനി ഭാവിയിലെ പ്രേമത്തിലെ മലർമിസ് പോലെ അറിയപ്പെടാൻ പോകുന്ന ഒരു നായികയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രോമാഞ്ചം വരികയാണോ, ടെൻഷൻ വരികയാണോ, എന്താണ് മനസ്സിലൂടെ ആ ഒരു മാനസിക? ഇല്ല, എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് കാരണം എനിക്കൊരു പേടിയുണ്ട്. അല്ല, അത് കീപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഞാൻ പറഞ്ഞല്ല അത്. സോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ ഇപ്പൊ തിയേറ്ററുകളിൽ വളരെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. അറിയോ ഏതാണ് ആ സിനിമ? സുമതി വളവ്. സുമതി വളവിൽ എല്ലാവരും പ്രേതങ്ങളാണ്. അയ്യോ, ഞാൻ കണ്ടില്ല. കണ്ടില്ലടാ? സുമതി വളവ് മൊത്തം പ്രേതങ്ങളാണ്. പ്രേതങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ് സുമതി വളവിൽ. അങ്ങനെയല്ല, ആൾക്കാര് ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ് അവരായിട്ട്. എല്ലാരും ആ നാട്ടിലെ എല്ലാരും പ്രേതമല്ല, സ്പോയിലർ അല്ല. I don't know who to believe now. Trust me. ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്താ അർജുന ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നത്? അതാണ് 3-4 വയസ്സുള്ള കൊച്ചിന്റെ ഒരു അച്ഛനല്ലേ? എന്നിട്ട് ഇവന് എവിടെയാണ് നിരാശ? അറിയാലോ, അറിയും. നടികരിക്കുന്ന കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല തോന്നണേടാ. ഇവരെയൊക്കെ ഞാൻ കുറച്ച് വർഷങ്ങളായി കണ്ടോണ്ടിരിക്കുന്നത്, അതുകൊണ്ടാ. അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാ ഇന്റർവ്യൂലും എല്ലായിടത്തും പറയുന്നത്. എന്തൊക്കെയായാലും തലവര എന്ന് പറയുന്നതാണ് നമ്മളുടെ സിനിമയുടെ പേര്. അപ്പൊ സിനിമ നിങ്ങളുടെയൊക്കെ തലവര അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാറുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? Life is beautiful.
ഞാനും നല്ലതെന്ന് തോന്നാറുണ്ട്. തലവര നല്ലതെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു ലൊക്കേഷൻ ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആക്ടേഴ്സ് വരുമല്ലോ. അപ്പൊ ആ ക്രൗഡിൽ തന്നെ പല ആൾക്കാരും ഓഡീഷൻസും കുറെ പേര് വന്നിട്ട് ചേട്ടാ എങ്ങനെയായിട്ട് എനിക്ക് റോളൊന്നും എങ്ങനെയാ അത് ഓഡീഷൻ ട്രൈ നമുക്കും വിഷമമുണ്ടോ പറയുമ്പോൾ, പക്ഷെ എന്നാലും ഓഡീഷനിലൂടെ ആ ക്യാരക്ടറിന് പറ്റിയ കഥാപാത്രം വരുമ്പോൾ മാത്രമേ വിളിക്കാനും പറ്റുള്ളൂ. അച്ഛനുള്ളതുകൊണ്ട് സിനിമയിലേക്കുള്ള എൻട്രിയും സിനിമയിലെ നിലനിൽപ്പും കുറച്ചുകൂടെ എളുപ്പമാണെന്ന് അർജുന് തോന്നാറുണ്ടോ? ഞാൻ ആദ്യം അങ്ങനെയല്ല ചിന്തിച്ചത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത, പക്ഷെ ആക്ച്വലി അതാണ്. അച്ഛനുള്ളത് കൊണ്ടാണ് എനിക്ക് സിനിമയിലേക്കുള്ള ഒരു വരവ് എളുപ്പമായത്. അച്ഛനുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ, ഞാൻ പറഞ്ഞേ അശ്വിൻ കൂക്ക് പുള്ളി പോലും റിവ്യൂല് അത്യാവശ്യം 10-36 പടം ചെയ്തിട്ടുണ്ടെങ്കിലും ഹരിശ്രേഷോന്റെ മകനും മുകേഷിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ കമ്പയർ ചെയ്ത് അടിപൊളിയല്ലേ അച്ഛൻ? തീർച്ചയായിട്ടും. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ നന്ദിയുണ്ട് അച്ഛോ നന്ദിയുണ്ടെന്ന്? അല്ല വെറുതെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നമ്മളെല്ലാവരോടും നന്ദിയൊക്കെ പ്രകടിപ്പിക്കണം, മനസ്സിലായില്ലേ? മനസ്സിൽ പറഞ്ഞാൽ മതി. സ്നേഹവും നന്ദിയൊക്കെ പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിച്ചാൽ പോയി പറയേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് പറയാം. റാഫി, അച്ഛനും അമ്മയൊന്നും സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് സിനിമയിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടായിരുന്നു സിനിമയിലേക്ക് ദാസന്റെ അച്ഛനും പടങ്ങൾ ഉണ്ടായില്ല. അത്യാവശ്യം ആൾ കുറെ പേരെ കണ്ട് ഓഡീഷന് പോയിട്ടുണ്ടായില്ല, പക്ഷെ എന്നാലും ഞാൻ കുറെ ഡയറക്ടേഴ്സിന്റെ പ്രൊഫൈലൊക്കെ നൈസായിട്ട് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തായിരുന്നു. പക്ഷെ ആരും വിളിച്ചില്ല. ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ പറവയിലാണ് 2 പടം പാളി. റാഫിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒന്നും സിനിമയിലില്ല, സിനിമയിലേക്ക് വരാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ അങ്ങനെ ഭീകരമായിട്ടില്ല, അങ്ങനെ ഒരു വേദനയോ വിഷമം? ഇപ്പം സിനിമയിലുള്ള ഇപ്പം സ്റ്റാറുകളുടെ മക്കളായാലും സാധാരണക്കാരുടെ മക്കളായാലും സിനിമയിൽ വന്നവർക്ക് നിൽക്കണമെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അവർ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിൽക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും. അങ്ങനെ കണ്ട അങ്ങനെ കണ്ട വ്യക്തികളാണ് ഇവന്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, അവര് കഷ്ടപ്പെടണം. ഇപ്പൊ എന്റെ അച്ഛൻ സ്റ്റാറാണ്, എന്റെ അച്ഛൻ സ്റ്റാറില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് സിനിമയിൽ ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ അവർ പെർഫോം ചെയ്ത് അവർ ഡെവലപ്പ് ചെയ്ത് അവർ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ അവർ കഷ്ടപ്പെടണം. നമ്മൾ പണിയെടുത്താൽ നമുക്ക് അടുത്ത പണി വരും. തലവരയിൽ ഇവരാണ് കൂടെയൊക്കെ അഭിനയിക്കുന്നത് എന്നുള്ളത് രേവതിക്ക് അറിയാമായിരുന്നു? അറിയായിരുന്നു. ഇവരുടെ വേറെ സിനിമകളൊക്കെ രേവതി കണ്ടിരുന്നോ? യെസ്, ഓഫ് കോഴ്സ് ഇവര് കണ്ടിട്ടുണ്ട്. ലൈക്ക് ഞാൻ എല്ലാ ട്രെയിലേഴ്സും ഇരുന്ന് കാണും, എല്ലാ പാട്ടും ഒക്കെ ഇരുന്ന് കാണും, പക്ഷെ സിനിമ മൊത്തത്തിൽ ഇരുന്ന് കാണും. അങ്ങനെ അർജുൻ അശോകനെ കണ്ട ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല രസമുണ്ടെന്ന് തോന്നിയ ഒരു സിനിമ ഏതാണ്? എനിക്ക് പ്രണയ, എന്നാലും ട്രെയിലർ കാണും പാട്ട് കാണും, അറിയാലോ. ഇല്ല ഇത് സൂപ്പർ ശരണ്യ. സൂപ്പർ ശരണ്യ എനിക്ക് സൂപ്പർ ശരണ്യ. അർജുൻ അശോകന്റെ ഏറ്റവും ഇഷ്ടമുള്ള പടം ഏതാ റാഫി? എല്ലാം ഇഷ്ടമാണ്, പക്ഷേ രോമാഞ്ചം. ഓ അത് ഞാൻ മറന്നു. രോമാഞ്ചം അല്ല, അതിന് വേറെ എനിക്ക് വേറെ ഇഷ്ടപ്പെടുന്നു അഭിലാഷം. അഭിലാഷം. പിന്നെ ഇഷ്ടപ്പെട്ട പടം ആലോചിക്കട്ടെ. ഒരു ക്ലൂ താ, ഞാൻ പറഞ്ഞുതരാം. അതല്ല ബെസ്റ്റ് ചെയ്തിരിക്കണേ. പേടിക്കണ്ട, സത്യം കേട്ടോ, ഇറ്റ്സ് ഓൺ മൈ വാച്ച് ലിസ്റ്റ്. തീർച്ചയായിട്ടും ഇത് ഷൂട്ട് ചെയ്യേണ്ട 1 വർഷമായി. അതെ, സത്യമായിട്ട് ബ്രഹ്മയുഗത്തിലെ വീണ്ടും വീണ്ടും കാണുമ്പോഴത്തേക്കും ചേടാ കുറച്ചുകൂടെ മെച്ചാക്കായിരുന്നു. ഏത് ക്യാരക്ടർ ഏത് റോൾ എടുത്താലും എപ്പോഴും നമ്മൾ കാണുമ്പോ ബെറ്റർ ആക്കായിരുന്നു. നമുക്ക് അപ്പോഴെന്തെങ്കിലും ചെറിയ സാധനം സ്ട്രൈക്ക് ചെയ്യാം. പക്ഷെ കഴിഞ്ഞു. തലവര സിനിമയെ കുറിച്ച് രേവതിയുടെ അഭിപ്രായം എന്താണ്? അതാണ് നല്ല അഭിപ്രായം. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്, ഭയങ്കര യുണീക്കാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര നാച്ചുറലായിട്ട് വെരി ഈസി ഗോയിങ് ഫ്ലോയിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, ഒന്നും ഫോഴ്സ്ഡ് അല്ല. നമുക്ക് കാണുമ്പം വെരി റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ഒരു ഓർഡിനറി പേഴ്സൻ്റെ ഒരു എക്സ്ട്രോർഡിനറി ജേർണിയാണ്. സോ വാട്ട് ഹിസ് ക്യാരക്ടർ ഇസ് ഗോയിങ് ത്രൂ ആണ് സിനിമയുടെ ക്രക്സ്. പക്ഷേ മറ്റുള്ള ക്യാരക്ടേഴ്സും നല്ല ഇൻപുട്ട് ഉണ്ട്, നല്ല ഒന്നും വെറുതെ അല്ല. സോ കാണുമ്പോൾ നല്ല രസമുണ്ടാവും, അത് തിയേറ്ററിൽ പോയി കാണണം. അത്രയും ദിവസം ഈ മറ്റേ ആ പാണ്ടൊക്കെ വരച്ചു വെക്കാനായിട്ട് എങ്ങനെയായിരുന്നു ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തത്? അവർക്ക് ഒരു സ്റ്റെൻസിൽ പോലെ പരിപാടി ഉണ്ടായിരുന്നു, പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പ് അപ്പ് അത് വെച്ച് പൗഡർ പാഡ് ചെയ്യുമ്പോൾ മാറ്റിക്കുമ്പോൾ ഔട്ട്ലൈൻ വരും. അപ്പൊ അതിൽ അവരുടെ പരിപാടിയായിട്ട് ആൽക്കഹോൾ ബേസ് ഉള്ള ഒരു ഫേസ് പെയിന്റ് ചെയ്തിട്ട് സ്കിൻ ടോൺ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഓരോ ലൈറ്റിങ്ങിലും ഓരോ ലൈറ്റപ്പിലും ടോൺ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഭയങ്കര ടഫായിരുന്നു.
എത്ര മണിക്കൂറുകൾ എടുത്ത് അത് പടം വരച്ചു? 1 മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം. ഓ, കൈ കാല് ഇപ്പൊ കയ്യിലും കാലിലൊക്കെ ഉണ്ടല്ലേ? അത് വീഡിയോയിൽ കണ്ടില്ല. ഞാൻ പാട്ട് കണ്ടു. ഒരു അടുത്ത പാട്ടിൽ കാണാം. ആണോ? ഓക്കെ. ഈ സിനിമയെ കുറിച്ച് ഭയങ്കരമായ പ്രതീക്ഷകളുണ്ടോ റാഫിക്ക്? നമ്മൾ അഭിനയിച്ച സിനിമ നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ്? തീർച്ചയായും. പിന്നെ ഓൾറെഡി ഭയങ്കര പ്രതീക്ഷയുണ്ട്. പുറത്തെ സാഹിത്യത്തിൽ നല്ലൊരു ഹിറ്റ് ആവട്ടെ, നല്ലൊരു സിനിമയാവട്ടെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കണം. അർജുന് വരുന്ന സിനിമകളോ അർജുന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട് നിലവിൽ. അപ്പൊ എന്തുകൊണ്ടാണ് തലവര എന്ന് പറയുന്ന സിനിമ ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്? എനിക്കെന്താ പറയാ, ഞാനിപ്പോ കുറെ ആയിട്ട് ഭ്രമ്യവും കഴിഞ്ഞിട്ട് എനിക്ക് പെർഫോം ചെയ്ത് അഭിനയിക്കുക എന്നുള്ളൊരു പരിപാടി അതിനു മുമ്പാണ് ഹോസ്റ്റലറൊക്കെ ചെയ്തത്. എനിക്ക് തലവര ഭയങ്കര സോളിഡ് നറേഷനിൽ പോണ ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ പവറിൽ മാത്രമല്ല പടം മൊത്തം പോണ. ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, അല്ലാണ്ട് ഫാമിലി ഉണ്ട്. പിന്നെ ഇവൻ ഒരു സിനിമാ മോഹിയാണ്. കുറെ ഓഡീഷൻസ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാര് നമ്മൾ വന്ന് കാണുമ്പോ ഞാൻ തലവരയിൽ അഭിനയിച്ച ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ഈ പടം ചെയ്തതിന് ശേഷം ഞാൻ ഈ ചെയ്ത പാൻഡ എന്നുള്ള ക്യാരക്ടറിനെയാണ് ഞാൻ പല സ്ഥലങ്ങളും നേരിട്ട് കാണുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ചെറിയൊരു ട്രിപ്പായിരുന്നു. മനസ്സിലായി. ഏറ്റവും കൂടുതൽ അച്ഛൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള സിനിമ ഏതാണ്? ചില കാര്യങ്ങളും ഭയങ്കര മൈന്യൂട്ട് ആയിട്ട് പറയാറുള്ളൂ, അല്ലാണ്ട് ഒരു എക്സാമ്പിൾ പറയൂ. എനിക്ക് ബെറ്റർ ആക്കായിരുന്നു, എനിക്ക് ഈ പടം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഏതാ പടം ഒന്നും ചോദിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ചോദിച്ചാലും പറയില്ലെന്നറിയാം. അങ്ങനെ അപ്പൊ ഏതായാലും തലവര എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പൊ അർജുന സിനിമകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് എപ്പോഴും ഉറപ്പുവരുത്താൻ പറ്റുന്നു. ഇല്ല, അതെന്താ അങ്ങനെ? എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കണ്ടോണ്ടിരിക്കണത് വെറുതെ നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത്ര കാര്യമൊന്നുമില്ല. അതെന്താ എന്താണ് അങ്ങനെ ഗ്യാരണ്ടി എന്നുള്ള പരിപാടി ഇല്ല. ആക്ച്വലി പടം ഹിറ്റായി ആൾക്കാർ കണ്ട് അപ്പൊ ഇത്രയും നാള് പടം ചെയ്ത് ഇത്ര ഇന്റർവ്യൂ ഞാൻ കൊടുത്തെങ്കിലും തലവരക്ക് വേണ്ടി ഞാൻ ഈ ഇന്റർവ്യൂ കൊടുക്കണത് എനിക്ക് അത്രയും പേഴ്സണൽ ആയിട്ടാണ്. ഇത് ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണണമെന്ന് അത്രയും ആഗ്രഹം എനിക്കുണ്ട്. അന്ന് കാണുന്നു കണ്ട അടിപൊളിയായിരിക്കും. അപ്പൊ ഏതായാലും തമാശകൾക്കൊക്കെ അപ്പുറത്തേക്ക് തലവര എന്ന് പറയുന്ന നല്ലൊരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയി കാണട്ടെ. അതിനുശേഷം OTT-ൽ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ വീണ്ടും മികച്ച അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.